വെൽ നമുക്ക് GBP/USDയിലേക്ക് പോവാം. നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ അല്ലെങ്കിൽ പ്രീവിയസ് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ EUR/USDൻ്റെ മന്ത്ലി ബയാസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് GBP/USDൻ്റെ മന്ത്ലി ബയാസിലേക്ക് നോക്കാം. ഇത് GBP/USD ആണ്. GBP/USDയിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു ഡൗൺ ട്രെൻഡാണ് അവർ കാണിക്കുന്നത്. ലോങ് ടൈമിലൊരു ഡൗൺ ട്രെൻഡാണ്. നമുക്കൊരു ക്രഷ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് ഫിഗറാണ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് കറൻറ്റിലേക്ക് വരാം. കറൻറ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഉള്ളത് മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നിന്നൊരു അപ് ട്രെൻഡാണ് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് നിൽക്കുന്നത് മാർക്കറ്റ്. ഒരു അപ് ട്രെൻഡ് ഇതൊരു ഇവിടെ ഇത് ബ്രേക്ക് ചെയ്തു. ഓക്കെ, വെൽ ഇതൊരു BMS ആണ്. ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. ദെൻ നെക്സ്റ്റ് ഇതൊരു BMS ആണ്, ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. ഇത് നമുക്ക് കുറച്ചും കൂടി പ്രിസൈസ്ഡ് ആയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. മറ്റേത് കമ്പയർ ചെയ്യുമ്പോൾ EUR/USDനെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടി പ്രിസൈസ്ഡ് ആയിട്ട് കറൻറ്റിലെ ഉള്ള റേഞ്ചിനെ നമുക്കൊന്നും കൂടി കുറച്ചും കൂടി വൃത്തിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ് ഈ റേഞ്ചിൻ്റെ PDR എടുത്ത് നോക്കുമ്പോൾ ഇതിപ്പോൾ ഒരു പ്രീമിയത്തിൽ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി ഇതിപ്പോൾ താഴോട്ട് ഡിസ്കൗണ്ടിലേക്ക് വന്ന് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്, ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള വെയിറ്റിങ്ങിലാണ്. ഇവിടെ ഇപ്പോൾ ഉള്ള ഒരു കീ ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലിയിൽ ഇതൊരു OB ഇവിടെ ഉണ്ട്, ഒരു OB മന്ത്ലി OB ഉണ്ട്. ഓക്കെ, OB ഓക്കെ, മന്ത്ലി OB ഉണ്ട് ഇവിടെ. ദെൻ ഇവിടെ വേറെ എന്താ ഉള്ളത്? ഇവിടെ ഒരു ചെറിയൊരു IFEG ഉണ്ട് കേട്ടോ. ഫൈൻ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു ചെറിയൊരു IFEG ഉണ്ട്, അത് ഡിസ്കൗണ്ടിലാണ് ഉള്ളത്. ഡിസ്കൗണ്ടിലുള്ള ഒരു IFEG പ്ലസ് ഉണ്ട്. പിന്നെ ഉള്ളത് ഓക്കെ, ഇത് രണ്ടുമാണുള്ളത്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്ന് ഇതെടുത്ത് തിരിച്ചു പോകും എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഡിസ്കൗണ്ട് PDR വെച്ച് നോക്കുവാണെങ്കിൽ പുതിയൊരു റേഞ്ച് ലോ ഉണ്ടാക്കണം. ഈ പുതിയ റേഞ്ചിൻ്റെ ലോ ഉണ്ടാക്കുന്നത് ഒന്നെങ്കിൽ OBയിൽ അല്ലെങ്കിൽ ഇവിടെ ഇതിലേതെങ്കിലും ഒന്നി വന്നിട്ട് ലോ ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോകുന്നുള്ള രീതിയാണ്. ഓക്കെ, ഇതൊരു IFEG ആണ് കേട്ടോ, IFEG പ്ലസ്. ഓക്കെ, സോ നമുക്ക് ഇതിനെ കുറച്ചുകൂടി ഇതായിട്ട് നോക്കുമ്പോൾ നമ്മുടെ CRT ആണല്ലോ കോൺസെപ്റ്റ്. CRT കോൺസെപ്റ്റിലേക്ക് നോക്കാം. CRT കോൺസെപ്റ്റിലേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ലോ ഇവിടെ ബ്രേക്ക് ചെയ്തു, ഈ ലോ ഇവിടെ ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ കറണ്ടിലുള്ള CRT ക്യാൻഡിൽ ഇതാണ്, മന്ത്ലി CRT ക്യാൻഡിൽ ഇതാണ്. മന്ത്ലി CRT നമുക്ക് വരയ്ക്കാം. മന്ത്ലി CRT ഹൈ, മന്ത്ലി CRT ലോയ്. ഇതൊരു FEG ഇവിടെ ഉണ്ട്. ഇത് മാനിപ്പുലേറ്റ് ചെയ്തേക്കുന്നത് ഈ FEG വെച്ചിട്ടാണ്. ഓക്കെ, FEG എൻഡ് ചെയ്തേക്കുന്നത് FEGയിലാണ്, ഒരു കീ ലെവലിലാണ്. അവിടുന്ന് മാനിപ്പുലേഷൻ നമുക്ക് വന്നു, അതൊരു FEGയിലാണ്. ആ FEG തന്നെ മാനിപ്പുലേഷൻ ചെയ്ത് തിരിച്ച് CRT ഹൈയിലേക്ക് എടുത്തു. CRT ലോ എടുത്തിട്ട് CRT ഹൈയിലെത്തി. ഒരു ബുള്ളിഷ് ബയാസ് ആയിരുന്നു. ബുള്ളിഷ് ഇത് ബ്രേക്ക് ചെയ്തു. നമ്മൾക്കൊരു ഡിസ്കൗണ്ടിലേക്ക് വരണം എന്നുള്ളൊരു കോൺസെപ്റ്റും കൊണ്ട് സിറ്റുവേഷൻ ബയാസും കൊണ്ട് നമുക്കിതൊരു താഴോട്ടേക്ക് തന്നെ ഇനിയൊരു ബിയറിഷ് ബയാസ് തന്നെ ആയിരിക്കുമെന്ന് പറയാം. ക്വാർട്ടർലി ഷിഫ്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് ക്വാർട്ടർലി ഷിഫ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതൊരു ബിയറിഷ്, ഇവിടെ നിന്നൊരു ബുള്ളിഷ് സ്റ്റാർട്ട് ചെയ്തു. 1 2 ഇത് തേർഡ് 1. ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾസോ ഇവിടുന്ന് നമുക്ക് CRT ഹൈയും കിട്ടി, പിന്നെ അത് റിവേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് താഴോട്ടേക്കുള്ള മൂവ്മെൻറ്റ്സ് ആണ് ഞാൻ വിചാരിക്കുന്നത്. മേ ബി ഇവിടെ ഒരു ബോഡി ബ്രേക്ക് കിട്ടുവാണെങ്കിൽ ഓക്കെ, ബോഡി ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പുതിയൊരു CRT സ്റ്റാർട്ട് ചെയ്യും. അത് നമുക്ക് ഫ്യൂച്ചറിൽ ബോഡി ബ്രേക്ക് കിട്ടി CRT ഹൈ ബോഡി ബ്രേക്ക് കിട്ടി ക്ലോസ് ആവുമോ ഇല്ലെന്നുള്ള കാര്യം നോക്കാം. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ താഴോട്ട് വരുവാണെങ്കിൽ ഇവിടെ വീണ്ടും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ CRT സ്റ്റാർട്ട് ചെയ്യും. പുതിയ CRT അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ കറൻറ്റിലുള്ള CRT ഇത് ഫിനിഷ് ആയതുകൊണ്ട് ഇതൊരു CRT ആയിട്ട് കറണ്ട് CRT ആയിട്ട് നമുക്ക് എടുക്കാം. ഈ കറണ്ട് CRTൻ്റെ ഇതാണ്
കറണ്ട് CRT റിജക്ഷൻ ബ്ലോക്കാണ്. ഇവിടെ ഒരു റിജക്ഷൻ ബ്ലോക്ക് ഉണ്ട്. ആ റിജക്ഷൻ ബ്ലോക്കിൽ മാനിപ്പുലേറ്റ് ചെയ്തു. ഓക്കെ, റിജക്ഷൻ ബ്ലോക്കിൽ മാനിപ്പുലേറ്റ് ചെയ്തു. എന്നിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ CRT ലോയിലേക്കാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് GBUSDയിൽ ഒരു ബീറിഷ് ബയാസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നേരെ വരുന്നത് ഇവിടേക്കോ വന്നിട്ട് പിന്നെ തിരിച്ച് മുകളിലേക്ക് പോകുന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം എന്തായിരിക്കും സിറ്റുവേഷൻ ഇൻ ഫ്യൂച്ചർ നോക്കാം. അപ്പോൾ മന്ത്ലിയിൽ നമുക്ക് കിട്ടുന്നത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഒരു ബീറിഷ് ബയാസാണ്. മന്ത്ലിയിൽ നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് നോക്കേണ്ടത് മന്ത്ലി റേഞ്ച് മാർക്ക് ചെയ്യണം. അതൊരു എക്സ്പാൻഷൻ ആണോ അതോ റേഞ്ചിങ് ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. ഇതൊരു എക്സ്പാൻഷനാണ്. കാരണം ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു MSS വന്നു, പിന്നെ ജസ്റ്റ് ലോ ടു ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ ലോ റിജക്റ്റ് ചെയ്തു, ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മാറിപ്പോയി. ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ ലോ റിജക്റ്റ് ചെയ്തു, ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ബ്രേക്ക് ചെയ്തില്ല, ബോഡി ബ്രേക്ക് കിട്ടിയിട്ടില്ല, ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ കറക്റ്റ്ലി ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇനി അടുത്തൊരു ഹയർ ഹൈ ക്രിയേറ്റ്. അപ്പോൾ ഇതൊരു എക്സ്പാൻഷനാണ്. പിന്നെ ഓർഡർ ഫ്ലോ ഞാൻ പറഞ്ഞ പോലെ ലോയ് ഹയർ ലോയ്, അതായത് ഹൈ ബ്രേക്ക് ചെയ്തു, ലോ റിജക്ട് ചെയ്യുന്നു, ഹൈ ബ്രേക്ക് ചെയ്തു, ലോ റിജക്ട്. അതാണ് ഓർഡർ ഫ്ലോ വരുന്നത്. മന്ത്ലി CRT നമ്മൾ മാർക്ക് ചെയ്തു. പുതിയ മന്ത്ലി CRT ഇതാണ്. പുതിയ മന്ത്ലി CRT ഡിസംബർ ആണ്, 2025 ആണ് പുതിയ മന്ത്ലി CRT. മാനിപ്പുലേഷൻ നമുക്ക് പറയാവുന്നത് ഈ ഒരു റിജക്ഷൻ ബ്ലോക്കാണ്. റിജക്ഷൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ റിജക്ഷൻ ബ്ലോക്ക് ജാനുവരി ബ്രേക്ക് ചെയ്തു, എടുത്തു, മാനിപ്പുലേറ്റ് ചെയ്തു, റിവേഴ്സിലേക്ക് വന്നു. അപ്പോൾ CRT ലോയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ്. CRT ലോ കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴോട്ട് വരുന്നു. അപ്പോൾ ഒരു ബീറിഷ് ബയാസ് ആണ് ഇതിനകത്ത് മന്ത്ലിയിൽ. EURUSD ഒരു ബീറിഷ് ബയാസ് ആണെന്ന് നമുക്കത് നോക്കാം. ബീറിഷ് ബയാസിൻ്റെ എങ്ങനെയാണെന്നുള്ള കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടെ ഒരു CRT അത് ഫിനിഷ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പുതിയത് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് നോക്കാം എന്തായിരിക്കും ഇനി വീക്ക്ലിയിലുള്ളത് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോസിൽ.